ഈ ഒരു ഇമ്മ്യൂണോ സപ്രസൻസ് എത്ര കാലം കഴിക്കണം? അത് ലൈഫ് ലോങ് കഴിക്കും. ഇമ്മ്യൂണോ സപ്രസൻസ് നിർത്താൻ പാടില്ല. അതിന്റെ ഡോസേജ് ഓൾട്ടർ ചെയ്യും. അപ്പൊ അതിലും ചില ആൾക്കാർ, ചില റെസിപ്പിയൻസ് അറിയാതെ അല്ലെങ്കിൽ വിട്ടുപോകുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ മതി കിഡ്നി ഫെയിലിയറിലേക്ക്, പ്രൈമറി കിഡ്നി ഫെയിലിയറിലേക്ക് വരാനായിട്ട്. പിന്നെ അതല്ലാതെ ഒരു ഇൻഫെക്ഷൻ, ഇപ്പൊ ഈ ഒരാൾക്ക് ചിലപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞ് ഒരു ചെസ്റ്റിന് ഒരു ഇൻഫെക്ഷൻ വന്നാൽ മതി. ആ ഇൻഫെക്ഷൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ഇൻഫെക്ഷൻ ഒരു ചെറിയ ചുമയായിട്ടായിരിക്കും പുറത്ത് കാണുന്നത്. ഈ മരുന്നെല്ലാം പോകുന്നതുകൊണ്ട് ശരിക്കും അകത്ത് നല്ല രീതിയിൽ ഇൻഫെക്ഷൻ. അതിനാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് പറയുന്നത്. ഇൻഫെക്ഷന്റെ വ്യാപ്തി ചിലപ്പോൾ അത് പകുതിയായിട്ട് കുറച്ചേ കാണിക്കൂ. അപ്പൊ ചെസ്റ്റില് എക്സ്റേയും ബാക്കിയെല്ലാം എടുക്കുമ്പോഴായിരിക്കും നല്ല ഇൻഫെക്ഷൻ. ആൾക്കൊരു ചെറിയ ചുമയുണ്ടാവും, ചിലപ്പോൾ ഒരു പനി പോലും ഉണ്ടാവില്ല. അപ്പൊ ഈ കോവിഡ് വന്ന ടൈമില് പല ആൾക്കാർക്കും എന്താന്ന് വെച്ചാൽ ഈ സ്റ്റിറോയിഡും ബാക്കിയൊക്കെ ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ആയിരുന്നു. അപ്പൊ ഈ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസിന് എല്ലാവരും സ്റ്റിറോയിഡിലാണ് പോകുന്നത്. അപ്പൊ കുറെ പേഷ്യൻസ്, അപ്പൊ എല്ലാവർക്കും, ഞങ്ങൾക്കും ഒക്കെ ഇതായിരുന്നു. നമ്മൾ ഈ ചെയ്ത എല്ലാ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസിനും ഈ ഇമ്മ്യൂണോ സപ്രഷൻ കുറഞ്ഞുകൊണ്ട് ഇവർക്കൊക്കെ പ്രശ്നമല്ലാതെ കൂടാന്നുണ്ട്. പക്ഷെ ആ സമയത്ത് കോവിഡ് ടൈമില് അവര് പറഞ്ഞു ഈ ഇമ്മ്യൂണിറ്റി ഇച്ചിരി കുറയ്ക്കണം എന്നുള്ളൊരു കാര്യം പല സ്ഥലത്തും വന്നായിരുന്നു. ചില പേഷ്യൻസിന് സിവിയർ ഇൻഫെക്ഷൻ വന്നത്, പക്ഷെ മിക്ക ആൾക്കാർക്കും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. ചിലപ്പോൾ സ്റ്റിറോയിഡ് കൊണ്ടാവാന്ന് വെച്ചാൽ കോവിഡിന്റെ ഒരു ട്രീറ്റ്മെന്റ് തന്നെ സ്റ്റിറോയിഡ് ആയിരുന്നു. അപ്പൊ ദാറ്റ് ഇമ്മ്യൂണിറ്റി കുറച്ച് ദേ ഹാവ് ടു ബി വെരി കെയർഫുൾ. ട്രാൻസ്പ്ലാന്റ് 3 months കഴിഞ്ഞാൽ അവർക്കൊരു റൊട്ടീൻ കാര്യങ്ങൾ ലൈഫിലേക്ക് പോകും. എല്ലായിടത്തും പോവാം, പുറത്തും പോവാം. കെയർഫുൾ. മരുന്ന് നിർത്തരുത് എന്ന് മാത്രം ഫോളോ അപ്പും കറക്റ്റായിട്ട് വേണം.